ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ. ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്തത് പഴയ ആളാണ്. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാണ്. വെറുതെ എണ്ണം കേട്ടോ സംസാരിക്കാണ്ട് അവനെ വിളിക്കടാ. ഓനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ല. ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള സംസാരം മതി. ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം. മനോട്ട ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എടുക്കടാ. എടുത്തോ ഉസ്മാനെ. എടാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സെക്യൂരിറ്റിക്കാരൻ കയറ്റി വിടില്ല. ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിന്റെ നേരെ മുന്നിലുണ്ട്. ഞാനും വില്ലൂട്ടനും അമ്മയും മുത്തച്ഛനും എല്ലാരും ഉണ്ട്. മനോട്ട എന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരവിടെ ഗേറ്റില്. ഹലോ മോനെ, സെക്യൂരിറ്റി കൊടുക്ക്. സെക്യൂരിറ്റി ഹലോ, അവരൊന്ന് അകത്തേക്ക് എടുത്തു വിട്ടേക്ക്. ശരി. വീട്ടുകാർ മാത്രം അകത്തേക്ക് കയറിപ്പോ. ഇതെന്താ രാവണന്റെ കൊട്ടാരോ? ആ വിഷ്ണു ആണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. രാവണനായിട്ട് ബാബുരാജ്. അപ്പൊ നിനക്ക് ഹനുമാനാവാം. നിങ്ങൾ ഞാൻ എന്റെ വാലാക്കും. ആ വാലിന് തീ കൊടുത്ത് ഈ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് ഞാൻ കത്തിക്കും. എന്റെ അടുത്ത് ബ്ലാക്ക് ഒന്നുമില്ലേ, അതുകൊണ്ട് 500,000 നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സിദ്ദിഖ് ലാൽ സാറല്ലേ? അല്ല, ഞാൻ ലാല. അപ്പൊ മറ്റേ സിദ്ദിഖ് ലാൽ സാറ് അത് വേറെ. പൂലിമുരിക്കല്ലേ ലാലേട്ടൻ ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ നിങ്ങളങ്ങോട്ട് ശരിയായില്ല. ലാലേട്ടൻ പുലിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഗ്ലാമറും താടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി വളരാണ്ട്. അല്ല അഭിനയം വിഷയക്കണ്ട, ശരിയായിക്കോളും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ, വിഷമിക്കണ്ട. അല്ലോ ഭാവനല്ലത്. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരെ ഞാൻ പറയാണ്ട്. അല്ലോ എന്താ ഇപ്പൊ ഞാൻ കാണുന്നത്? എന്നെ മനസ്സിലായി, ഞാൻ ഉസ്മാൻ. സിനിമയെ കാണുന്ന മാതിരി തന്നെയാണല്ലോ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറേന്റെ പരിപാടിയാണ് ഗ്ലാമർ എന്ന്. ശരിക്കും മൊഞ്ചത്ത് തന്നെയാണ്. ആ പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചേ, മുള്ളങ്കിൽ വിലായത് ഒരു ആട്ടുംകുട്ടി തന്നില്ല നര സിനിമയിൽ. അത് പറ്റി? അത് പറ്റൂ. 4 കുട്ടികൾ. ആണോ? മുട്ടനാടുണ്ടോ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാ? അല്ല ഇങ്ങനെ വെറുതെ കിട്ടിയല്ലേ. എന്താണ് ഇത്? മുത്തച്ഛൻ, അമ്മ, പെങ്ങള്. ആരുടെ? വിഷ്ണുവിന്റെ. നമ്മുടെ അത് തന്നെ. മുത്തച്ഛനെ കയറി ഞങ്ങൾ എല്ലാരും കൊണ്ട് വന്നതാ. അല്ല, നമ്മുടെ വല്ലതും പോയോ? താഴേക്ക് നോക്കുന്നുണ്ട്. പ്രായമായ ആളല്ലേ, കാറ്റ് പോയി നോക്കിയിരിക്കൂ. കാറ്റ് പോണ നിന്റെ അച്ഛൻ തോരപ്പൻ ശങ്കുണ്ണിയുടെ. അത് കഴിഞ്ഞിട്ടാവാ എന്റെ. ചെറിയൊരു തരാറില്ലേ. പിന്നെന്തൊക്കെയുണ്ട്? സുഖല്ലേ? പടമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നിങ്ങള് അകത്തേക്കല്ലേ? വിഷ്ണുത്തുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കണ്ടു വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്നിരിക്കാം. ഈടാ വിഷ്ണു, ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞറിയോ? അടിപൊളി ഗ്ലാമർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വേണ്ട ഹെയർ സ്റ്റൈൽ. വിഷ്ണു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു നോക്കണ. ആരായാലും അങ്ങോട്ട് മാറി. അയ്യോ അടിപൊളി. മുത്തശ്ശൻ വിഷ്ണുവിന്റെ അറിയില്ലേ, വലിയ തറവാടിയാ. അത് കോളാമ്പല്ല മനുഷ്യ. പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ വലിയ തറവാടി എന്ന് പറഞ്ഞില്ലേ. ആരാടാ ഇനിയൊന്നും മിണ്ടാണ്ടിക്കണം. മേക്കപ്പ് എടുക്കട്ടെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവനാ ഞങ്ങളുടെ വീട്ടിൽ ഏക പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താ ചെയ്യ? അമ്മ പേടിക്കണ്ടെന്ന്. ഞാൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ തല വെട്ടിപ്പോവോ? അല്ല തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞ. ക്രീപ്പിനെ ചെയറിലിട്ടിട്ട് കൈസും സുരേഷറിനെ കൂടി ഇങ്ങനെ താഴെ. അപ്പൊ അമിത് ബജാറിലെല്ലാം ഇടിച്ചു പൊളിച്ച് അതോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട്. പിന്നെ ഈ ടീം കൂടി വരാ. അത് അരുണല്ലേ? അവൻ വരില്ല എന്നല്ലേ പറഞ്ഞു. എന്റെ അമ്മ വിഷ്ണുനോട് എന്ത് പറയും? നമസ്കാരം. നമസ്കാരം. മോർണിംഗ് മച്ചാനെ. സർപ്രൈസ് എൻട്രി ഇല്ലേ? പിന്നെ കലക്കി. അവിടെ കൊട്ട ഡാർക്ക് സീനാണ്. ഞാൻ മച്ചാന്റെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കൂലെന്ന്. വിത്ത് മേക്കപ്പ് ആണ്ടാ. സീൻ എവിടെ? സീൻ നിതിനെ
എത്തിട്ടാ സീനെടുത്ത് കൊടുക്ക്. ചേട്ടാ വിഷ്ണുവോടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ല അവനോടൊപ്പം പറയും അതിപ്പോ അവന് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കൊടുക്കാൻ. ഇല്ലേ, അരുൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വന്നല്ല ഹാപ്പി ആയില്ലേ? സന്തോഷായി. അതെ മേക്കപ്പ് ഒക്കെ അല്ലേ? പിന്നെ അടിപൊളി. നമുക്ക് നോക്കാം. കോസ്റ്റ്യൂമർ ആണ്. കോസ്റ്റ്യൂമർ പ്രവീണല്ലേ? മെനക്കേടായി. ഞാൻ അവരോട് എന്താ പറയാ. പപ്പയായിട്ട് വരുത്തി വെച്ചാലേ ഡീൽ ചെയ്യും. അടിപൊളിയടാ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ ഒരു ആസിഫലിനൊക്കെ പോലുണ്ട് അല്ലേ? കുഞ്ചാക്കവും താടിച്ച മാതിരി തന്നെ ഉണ്ട് അല്ലേ? ഓടാ അവിടെ നിന്ന് കറക്റ്റ് ആസിഫിലാണ്. മുടി കണ്ടില്ലേ, അടിപൊളിയാണ്. സംഭവമൊക്കെ രസമായിട്ട് ഈ കോട്ട് മാറ്റണം, ചോപ്പാക്കണം. ചോപ്പും ചോപ്പും. കോട്ടൊന്നും മാറ്റണ്ട, നീലമതി. നീലമതി. എടോ സിദ്ദിഖ് ലാൽ സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ട് വില്ലുട്ട ഓന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ. ഓ, കോട്ടിന്റെ പേരൊക്കെ പടം പൊട്ടിയ ചരിത്രം ഉണ്ട് കേട്ടോ. കോട്ടിന്റെ പേരിലൊക്കെ ഏത് പടാ പൊട്ടിയത്? കണ്ട വെച്ച കോട്ട്. അത് പൊട്ടിയതാ? അതുകൊണ്ടല്ലേ പ്രൊഡ്യൂസർ കണ്ടു വെക്കേണ്ടി വന്നേ. ആണാ? അത് ആദ്യമേ തന്നെ ഈ കൊനസ്റ്റ് പറയില്ലേ. ആസിഫിൽ കറക്റ്റ് ആണടാ, അടിപൊളി. എന്താടാ എന്തേ കോട്ടൂരിക്ക് മധു കോട്ടൂരടാ? ചോപ്പാക്കാനാ ഇല്ലേ മോനെ? ചോപ്പാക്കാനല്ലേ? ചോപ്പല പച്ചൻ. നീ ഓരോന്നറ പന്നിന്റെ വിചാരം. പേടിപ്പിക്കല്ലേ, ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടാണ്. ഇവിടെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ല. ഇതിന് തമ്പിച്ചേണ്ട താല്പര്യം അത്ര കരുതിയുള്ളൂ. അതെ, തമ്പിച്ചായനെ നിങ്ങൾ ഇമോഷണൽ ഡ്രാമ കാണിച്ച് പറ്റിച്ചു കാണും. രൂപി ചേച്ചി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ബ്ലഡ് ലൈനാ. ഈ വക പരിപാടിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കൂല. ഒളിച്ചോടി പേപ്പറിനെ കണ്ടുപിടിച്ചോണ്ട് കെട്ടാടുത്താണല്ലേ?